UK-ൽ മലയാളി ദമ്പതികൾ തമ്മിൽ തല്ലും. ഒടുവിൽ ഭർത്താവിന് വെട്ടേറ്റു. പ്ലാൻ ചെയ്ത് വെട്ടി എന്നാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും മാരകമായ പരിക്കേറ്റ ഭർത്താവിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തും ഭാര്യയെ അറസ്റ്റ് ചെയ്തു എന്നാണ് സൂചനകൾ വരുന്നത്. രാവിലെ വന്ന ന്യൂസുകളാണ് കേട്ടോ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു വരുന്നത് ഈ അടുത്ത് ഒരുപാട് ഡൊമസ്റ്റിക് വയലൻസുകളും ഡിവോഴ്സുകളും വർദ്ധിച്ചു വരുന്നു. കഴിഞ്ഞ ആഴ്ചയും സമാനമായ ഭാര്യയെ ആക്രമിക്കാൻ ശ്രമിച്ചു, കത്തി കൊണ്ട് കുത്താൻ ശ്രമിച്ചു എന്നുള്ളൊരു വോയിസ് ക്ലിപ്പ് വരികയും ഞാനും അനീഷേട്ടനൊക്കെ കൂടി ചേർന്നത് പോലീസിനെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. പോലീസ് ഭർത്താവിനെ അറസ്റ്റ് ചെയ്തു. കാരണം അങ്ങനെയുള്ള വോയിസ് ക്ലിപ്പുകൾ നമ്മളെടുത്ത് അയച്ചു തരുമ്പോഴും അല്ലെങ്കിൽ ഇതേപോലെ തന്നെ എന്തെങ്കിലും മാരകമായിട്ടുള്ള ത്രെറ്റനിങ് ആയിട്ടുള്ള എന്തെങ്കിലും വരുവാണെങ്കിൽ അത് നമുക്ക് പോലീസിനെ അറിയിക്കേണ്ടതായിട്ട് വരും. നിങ്ങൾ ഡയറക്റ്റ് പോലീസിനായിട്ട് അറിയിക്കുക. ഡൊമസ്റ്റിക് വയലൻസ് വന്നില്ലെങ്കിൽ അതിനകത്ത് അടിപിടി കൂടി ഇതിപ്പോൾ കേറ്ററിങ്ങിൽ ഉണ്ടായ പോലെ തന്നെ കൂട്ടക്കൊലപാതകങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അത് അറിയിക്കുന്നത് നല്ലതാണ്. എന്തിനാണ് തല്ലുകൂടി ചാവുന്നത്? ഡിവോഴ്സ് ചെയ്ത് പൊക്കൂടെ അല്ലേ? പിന്നെ നമ്മൾ എന്തിനാണ് വന്നതെന്ന് മനസ്സിലാക്കുക. ഇതേപോലെ സ്റ്റുഡൻറ്റ് വിസയിൽ വന്ന് PSW നിൽക്കുന്നതിനിടയിലാണ് ഈ ഒരു തല്ലും അടിയും പിടിയും ഉണ്ടായത്. വന്ന കാര്യം വെടിപ്പായിട്ട് ചെയ്യുക. അതിനെല്ലാം അടിയും പിടിയും കൂടാനാണെങ്കിൽ നാട്ടിൽ തന്നെ നിന്നാൽ പോരെ.